സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ എന്ന തസ്തികയിലേക്കായിട്ട് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പിന്നെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ, സിവിൽ എക്സൈസ് ഓഫീസർ, CPO എന്നീ പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിരിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഇവിടെ തന്നിരിക്കുന്നത് സമാധാനപരമായ സഹവർത്തിത്വം, വംശീയവാദത്തോടുള്ള വിദ്വേഷം, വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം. സമാധാനപരമായ സഹവർത്തിത്വം, വംശീയവാദത്തോടുള്ള വിദ്വേഷം. അടുത്ത ചോദ്യം, 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? എക്സാം പോലെ തന്നെ അറ്റൻഡ് ചെയ്യുക. 1921 എവിടെ വെച്ചാണ്? ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ടി പ്രകാശം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ടി പ്രകാശം. താഴെ നൽകിയിരിക്കുന്നവരിൽ നിവർത്തന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടവർ ആരെല്ലാം? നിവർത്തന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടവർ ആരെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് NV ജോസഫ്, C കേശവൻ, TK മാധവൻ, TM വർഗീസ് എന്നിവരാണ്. അപ്പൊ നിവർത്തന പ്രക്ഷോഭം എന്തായിരുന്നു? 1932 തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭമാണിത്. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് തിരുവിതാംകൂർ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഉയർന്ന വരുമാനവും വിദ്യാഭ്യാസവും ഉള്ളവർക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം മുസ്ലിം, ഈഴവ, ക്രൈസ്തവ, മറ്റു പിന്നോക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ തുല്യ പ്രാതിനിധ്യം ലഭിച്ചിരുന്നില്ല. ഇപ്പൊ പ്രധാനമായിട്ടും ഈ വിഭാഗങ്ങൾ വോട്ടവകാശം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ആരംഭിച്ചു. ഇതാണ് നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ഏതൊക്കെ വിഭാഗങ്ങളാണോ? മുസ്ലിം, ഈഴവ, ക്രൈസ്തവ വിഭാഗങ്ങൾ. അപ്പൊ ഇതില് നിവർത്തന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടവർ ആരെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 1, 2, 4 എന്നിവ. 1, 2, 4. NV ജോസഫ്, C കേശവൻ, TM വർഗീസ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതാണ് പണ്ഡിറ്റ് കറുപ്പനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന? പണ്ഡിറ്റ് കറുപ്പൻ തന്നിരിക്കുന്നു. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. പുലയർ എന്ന കവിത എഴുതി. പണ്ഡിറ്റ് കറുപ്പനെ സംബന്ധിച്ച ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3. 1, 3. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു. ശരിയാണ്. പുലയർ എന്ന കവിത എഴുതി. ശരിയാണ്. പുലയർ എന്ന കവിത ആരുടേതാണ്? പണ്ഡിറ്റ് കറുപ്പൻ്റെതാണ്. അതുപോലെ പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗമായിരുന്നു എന്ന് പറയുന്നു. അതും ശരിയാണ്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ സുരേന്ദ്രനാഥ ബാനർജിയാണ്. സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ. ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ഉൾപ്പെടാത്ത രാജ്യം. ഇവിടെ തന്നിരിക്കുന്നു ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ചൈന. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശ്രീലങ്ക. ആൻഡമാൻ ദ്വീപ സമൂഹത്തെയും നിക്കോബാർ ദ്വീപ സമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം? ആൻഡമാൻ ദ്വീപ സമൂഹത്തെയും നിക്കോബാർ ദ്വീപ സമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന
സമുദ്രഭാഗമാണ് 10 ഡിഗ്രി ചാനൽ. 10 ഡിഗ്രി ചാനൽ. അടുത്തത്, ഇന്ത്യയുടെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഇപ്പൊ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. ഗോഡ്വിൻ ഓസ്റ്റിൻ തന്നെയാണ് മൗണ്ട് K2 എന്നും അറിയപ്പെടുന്നത്. അപ്പൊ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ്. അടുത്ത ചോദ്യം, 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രതയിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം. 2011 സെൻസസ് പ്രകാരം ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബീഹാർ ആണ്. ബീഹാർ. അടുത്ത ചോദ്യം, ഭൂമിയുടെ അന്തർഭാഗത്തെ പാളികളിൽ ഏതാണ് നിഫെ എന്ന് അറിയപ്പെടുന്നത്? ഈ ക്വസ്റ്റ്യൻ PSC റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിഫെ എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ആന്തരിക അകക്കാമ്പിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് നിക്കലും അയേണുമാണ്. അതുകൊണ്ടാണ് ഇത് നിഫെ എന്ന് അറിയപ്പെടുന്നത്. നിക്കലും അയേണും. അടുത്ത ചോദ്യം, ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം. ഇവിടെ തന്നിരിക്കുന്നു മാർബിൾ, ഷെയിൽ, ബസാൾട്ട്, ലിഗ്നൈറ്റ്. ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം ഓപ്ഷൻ സി ബസാൾട്ട്. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്താണ്. 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്തിനും 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്തിനും. അടുത്തത്, താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നത് സ്ഥാപനങ്ങളും അവയുടെ ഹെഡ്ക്വാർട്ടേഴ്സുമാണ്. അത് യോജിക്കാത്തത്, തെറ്റായത് ഏത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നു ലോക ബാങ്ക് വാഷിംഗ്ടൺ DC, ഏഷ്യൻ വികസന ബാങ്ക് ബെയ്ജിങ്, ഭാരതീയ റിസർവ് ബാങ്ക് മുംബൈ, അന്താരാഷ്ട്ര നാണയനിധി വാഷിംഗ്ടൺ DC. ഇതിൽ തെറ്റായത് ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനിലയാണ്. ഫിലിപ്പീൻസിലെ മനിലയാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം. അപ്പൊ മറ്റേതും കൂടി പഠിക്കുക. ലോക ബാങ്ക് എവിടെയാണ്? വാഷിംഗ്ടൺ DC ആണ്. ഭാരതീയ റിസർവ് ബാങ്ക് മുംബൈ ആണ്. അന്താരാഷ്ട്ര നാണയനിധി വാഷിംഗ്ടൺ DC ആണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് മനില. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ വരുമാനം. ഇവിടെ തന്നിരിക്കുന്നു, ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി 1949 നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ശ്രമം നടത്തിയത് ദാദാഭായ് നവറോജി ആണ്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും ഉപയോഗിക്കുന്നു. അപ്പൊ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായിട്ട് 1949 നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചു. ശരിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ശ്രമം നടത്തിയത് ആരാണ്? ദാദാഭായ് നവറോജി ആണ്. ശരിയാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായിട്ട് ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും ഉപയോഗിക്കുന്നു. ശരിയാണ്. അടുത്ത ചോദ്യം, ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ലോക വ്യാപാര സംഘടന WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ.
ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് 1995 ആണ്. അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക എന്നത് ലോക വ്യാപാര സംഘടനയുടെ പ്രധാന ലക്ഷ്യമാണ്. ലോക വ്യാപാര സംഘടന ഗാട്ടിന്റെ പിന്തുടർച്ചക്കാരനായി അറിയപ്പെടുന്നു. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശരിയായിട്ടുള്ളത് കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. 1, 2, 3. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നതെന്നാണ്? 1995 ഇതിലെ ഓരോ പോയിന്റും പഠിക്കുക. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് 1995 ശരിയാണ്. അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക എന്നത് ലോക വ്യാപാര സംഘടനയുടെ പ്രധാന ലക്ഷ്യമാണ്. ശരിയാണ്. ഇനി ലോക വ്യാപാര സംഘടന ഗാട്ടിന്റെ പിന്തുടർച്ചക്കാരനായിട്ട് അറിയപ്പെടുന്നു. ലോക വ്യാപാര സംഘടന ഗാട്ടിന്റെ പിന്തുടർച്ചക്കാരനായിട്ട് അറിയപ്പെടുന്നു. ശരിയാണ്. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന തന്നിരിക്കുന്നത് ഏതാണ്? ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരി അല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 4 പ്രസ്താവനകൾ വായിക്കാം. സ്വതന്ത്ര ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് 1950 ഇന്ത്യയിലെ ആസൂത്രണത്തിന്റെ ശില്പിയായി അറിയപ്പെടുന്നത് PC മഹാലനോബിസ് ആണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് ഗുൽസാരിലാൽ നന്ദ. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് PC മഹാലനോബിസ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് PC മഹാലനോബിസ് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റാണ്. ആരാണ്? KN രാജ് ആണ്. KN രാജ്. ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകൃതമായ വർഷം ഏതാണ്? 1950 ശരിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? PC മഹാലനോബിസ് ആണ്. ശരിയാണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദയാണ്. ശരിയാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടത്തിന്റെ കാലയളവ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1970കളുടെ മധ്യം മുതൽ 1980കളുടെ മധ്യം വരെ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടത്തിന്റെ കാലയളവ് എന്ന് പറയുന്നത് 1970കളുടെ മധ്യം മുതൽ 1980കളുടെ മധ്യം വരെയാണ്. ഭാരതീയ റിസർവ് ബാങ്കിന്റെ നൂതന സംരംഭമായ ഡിജിറ്റൽ പേയ്മെന്റ് സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2021 ജനുവരി 1 റിസർവ് ബാങ്ക് തുടക്കമിട്ട പദ്ധതിയാണിത്. ഈ സൂചികയുടെ അടിസ്ഥാന കാലയളവ് 2020 മാർച്ചാണ്. പണരഹിത ഇടപാടുകളുടെ വളർച്ച അളക്കുന്നതിനുള്ള സൂചികയാണ് ഡിജിറ്റൽ പേയ്മെന്റ് സൂചിക. ഡിജിറ്റൽ പേയ്മെന്റ് സൂചികയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3 എന്നിവ ശരിയാണ്. 2021 മാർച്ച് 1 റിസർവ് ബാങ്ക് തുടക്കമിട്ട പദ്ധതിയാണ് ഡിജിറ്റൽ പേയ്മെന്റ് സൂചിക. പണരഹിത ഇടപാടുകളുടെ വളർച്ച അളക്കുന്നതിനുള്ള സൂചികയാണ് ഡിജിറ്റൽ പേയ്മെന്റ് സൂചിക എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. അടുത്ത ചോദ്യം, നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിനെ അറിയപ്പെടുന്ന പേര്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ജെറിമാൻഡറിംഗ്. നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് ജെറിമാൻഡറിംഗ്.
ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഓപ്ഷൻ ഡി ആണ് 330 മുതൽ 342 വരെ. 330 മുതൽ 342 വരെ. ഇന്ത്യയിൽ നിയോജക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് ആരാണ്? ഇന്ത്യയിൽ നിയോജക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് അതിർത്തി നിർണയ കമ്മീഷൻ ആണ്. അതിർത്തി നിർണയ കമ്മീഷൻ. ദേശീയ ഗവൺമെന്റ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി. തദ്ദേശീയ ഗവൺമെന്റ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്തത് PK തുംഗൻ കമ്മീഷനാണ്. PK തുംഗൻ കമ്മീഷൻ. ഭരണഘടനയുടെ മനസാക്ഷി എന്ന നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും വിശേഷിപ്പിച്ചത് ആരാണ്? ഭരണഘടനയുടെ മനസാക്ഷി എന്ന നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും വിശേഷിപ്പിച്ചത് ഓപ്ഷൻ ഡി ആണ് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. ലോകസഭയുടെ പുതിയ ലോകസഭാ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്പൽ കുമാർ സിംഗ് ആണ്. ലോകസഭാ സെക്രട്ടറി ജനറൽ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്ത വ്യക്തി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ആരാണ്? JB കൃപാലാനിയാണ്. JB കൃപാലാനി. ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട്. ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ടാണ് ക്യോ വാറന്റോ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ക്യോ വാറന്റോ. എന്താണ്? ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് ക്യോ വാറന്റോ. 44-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ഇന്ത്യയുടെ രാഷ്ട്രപതി. 44-ാമത്തെ ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നത് നീലം സഞ്ജീവ റെഡ്ഡി. കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? കേരളത്തില് നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11-നാണ്. 2008 ഓഗസ്റ്റ് 11-നാണ് കേരളത്തില് നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. കേരളത്തിൽ ക്യാൻസർ ചികിത്സ സൗജന്യമാക്കിയ പദ്ധതി ഏതാണ്? ക്യാൻസർ ചികിത്സ സൗജന്യമാക്കിയ പദ്ധതി സുകൃതം. പദ്ധതിയുടെ പേരെന്താണ്? സുകൃതം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാനായിട്ട് ഇടയാക്കിയ നിയമം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 ആണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാനായിട്ട് ഇടയാക്കിയ നിയമം. ഭരണഘടനയിൽ ഭരണഘടനാ ട്രിബ്യൂണലിനെ പറ്റി പ്രതിപാദിക്കുന്നത് അനുച്ഛേദം 323A ആണ്. അനുച്ഛേദം 323A ഭരണഘടനാ ട്രിബ്യൂണലിനെ പറ്റി പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം, ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ ശ്വാസകോശത്തിലെ വായുവിനിമയവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന അളവുകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്ന ശ്വസന വ്യാപ്തം 1100 to 1200 ml. ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം 2500 to 3000 ml. നിശ്വാസ സംഭരണ വ്യാപ്തം 1000 to 1100 ml. ശിഷ്ടവ്യാപ്തം 500 ml. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3 ശരിയാണ്. 2, 3 എന്നിവ ശരിയാണ്.
ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം 2500 to 3000 ml. നിശ്വാസ സംഭരണ വ്യാപ്തം 1000 to 1100 ml. അടുത്ത ചോദ്യം, ഹൈഡ്രാർക്ക് എന്ന പാരിസ്ഥിതിക അനുക്രമത്തിലെ തന്നിരിക്കുന്ന വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ക്രമം കണ്ടെത്തുക. ഹൈഡ്രാർക്ക് തന്നിരിക്കുന്നു: സസ്യപ്ലവക ഘട്ടം, പുല്ലുകൾ നിറഞ്ഞ ചതുപ്പുഘട്ടം, മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടം, കുറ്റിച്ചെടികൾ ഉൾപ്പെട്ട ഘട്ടം, മുങ്ങിക്കിടക്കുന്നതും ഒഴുകി നടക്കുന്നതുമായ സസ്യങ്ങളുടെ ഘട്ടം. ഹൈഡ്രാർക്ക്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. സസ്യപ്ലവക ഘട്ടം, മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടം, മുങ്ങിക്കിടക്കുന്നതും ഒഴുകി നടക്കുന്നതുമായ സസ്യങ്ങളുടെ ഘട്ടം, പുല്ലുകൾ നിറഞ്ഞ ചതുപ്പ് ഘട്ടം, കുറ്റിച്ചെടികൾ ഉൾപ്പെട്ട ഘട്ടം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കരിമ്പുഴ വന്യജീവി സങ്കേതവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. കരിമ്പുഴ ഇവിടെ തന്നിരിക്കുന്നു: മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതം 2019 ജൂലൈ 6-ാം തീയതി വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായവ ഏത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. ശരിയാണ്. എത്രാമത്തെ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം? 18ാമത്തേതാണ്. ശരിയാണ്. ഇനി കരിമ്പുഴ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചതെന്നാണ്? 2020 2020 ജൂലൈ 3-ാം തീയതിയാണ് കരിമ്പുഴ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ടൈപ്പ് 2 പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ടവ ഏതെല്ലാം? 35ാമത്തെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 2ഉം 4ഉമാണ്. 2, 4. ജീവിതശൈലി രോഗമായി കരുതപ്പെടുന്നു. ടൈപ്പ് 2. ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്നറിയപ്പെടുന്നു. അടുത്തത്, കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്ന മറ്റു പദ്ധതികൾ തന്നിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്ന മറ്റു പദ്ധതികൾ. ഇവിടെ തന്നിരിക്കുന്നു: നയനാമൃതം, പാദസ്പർശം, ആർദ്രം, സിറാസ്, SIRAS. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 4. 1, 2, 4. അടുത്തത്, ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്മിഡ് DNA കോവിഡ് വാക്സിൻ സൈക്കോവ്-ഡി. തലയിൽ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു കേന്ദ്രീകൃത ദ്രവത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കും. ഈ പ്രസ്താവന ഏതു നിയമം ആണ്? പാസ്കൽ നിയമമാണ്. എന്താണ്? ഒരു കേന്ദ്രീകൃത ദ്രവത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കും. പാസ്കൽ നിയമം. പ്രൊജക്ടൈൽ മോഷൻ ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ജാവലിൻ്റെ സഞ്ചാരം, റോക്കറ്റിൻ്റെ സഞ്ചാരം, മിസൈലിൻ്റെ സഞ്ചാരം. എയും ബിയും സിയും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എയും ബിയും സിയും ശരിയാണ്. ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? തന്നിരിക്കുന്നു: GSLV, PSLV, RLV-TD, DLV-TB. ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിൽ ഉൾപ്പെടാത്തത് DLV-TB ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണം? മണ്ണ്. അടുത്ത ചോദ്യം,
ചുവടെ നൽകിയിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? y ആക്സിസിൽ മർദ്ദം തന്നിരിക്കുന്നു, x ആക്സിസിൽ 1/v. പ്രതിനിധാനം ചെയ്യുന്നത് ബോയിൽ നിയമമാണ്. ബോയിൽ നിയമം. സ്ഥിരോഷ്മാവിൽ ഒരു നിശ്ചിത പിണ്ഡം വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ മർദ്ദത്തിന് വിപരീത അനുപാതത്തിൽ ആയിരിക്കും. സ്ഥിരോഷ്മാവിൽ ഒരു നിശ്ചിത പിണ്ഡം വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് അതിന്റെ മർദ്ദത്തിന് വിപരീത അനുപാതത്തിൽ ആയിരിക്കും. P inversely proportional to 1/v. Pressure is inversely proportional to volume, V. അടുത്തത്, കാർബണിന്റെ താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ള രൂപാന്തരത്വം ഏത്? കാർബണിന്റെ താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ളത് ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ്. ഏത് മേഖലയിലെ ഗവേഷണത്തിനാണ് 2021 കെമിസ്ട്രി നോബൽ സമ്മാനം നൽകിയത്? ഓപ്ഷൻ ഡി ആണ് അസിമെട്രിക് ഓർഗാനോ കാറ്റലിസിസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചന്തുമേനോന്റെ നോവലുകൾ ഏവ? ചന്തുമേനോന്റെ നോവലുകൾ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2ഉം 4ഉം മാത്രം. ഇന്ദുലേഖ, ശാരദ എന്നിവ. ഇന്ദുലേഖ, ശാരദ. ഇന്ദുലേഖ ആരുടെ നോവലാണ്? ചന്തുമേനോന്റേതാണ്. ശാരദ ചന്തുമേനോന്റെ നോവലാണ്. കുന്തലത. കുന്തലത ആരുടെ നോവലാണ്? അപ്പു നെടുങ്ങാടിയുടെ നോവലാണ് കുന്തലത. ഇനി മീനാക്ഷി. മീനാക്ഷി ആരുടെ നോവലാണ്? ചെറുവാലത്ത് ചാത്തുനായർ. ചെറുവാലത്ത് ചാത്തുനായർ അദ്ദേഹത്തിന്റെ നോവലാണ് മീനാക്ഷി. കുന്തലത, അപ്പു നെടുങ്ങാടി, ഇന്ദുലേഖ, ചന്തുമേനോൻ, മീനാക്ഷി, ചെറുവാലത്ത് ചാത്തുനായർ, ശാരദ, ചന്തുമേനോൻ. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് മണി മാധവ ചാക്യാർക്ക് അനുയോജ്യമായവ മാത്രം കണ്ടെത്തുക. മണി മാധവ ചാക്യാർ കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നു. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചു. 1974 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. ഛത്രവും ചാമരവും എന്ന നിരൂപണ ഗ്രന്ഥം രചിച്ചു. അപ്പം മണി മാധവ ചാക്യാർക്ക് അനുയോജ്യമായവയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 3. 1, 2, 3. അപ്പൊ കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെട്ടതാരാണ്? മണി മാധവ ചാക്യാർ ആണ്. ഇനി കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം രചിച്ചത് മണി മാധവ ചാക്യാർ. 1974 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. ഛത്രവും ചാമരവും ആരുടെ കൃതിയാണ്? പി ശങ്കുണ്ണി നായർ. പി ശങ്കുണ്ണി നായരുടെ കൃതിയാണ് ഛത്രവും ചാമരവും എന്നത്. പി ശങ്കുണ്ണി നായർ. അടുത്തത്, തുടർച്ചയായി 2 ഒളിമ്പിക്സുകളിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യ വനിതാ താരം. തുടർച്ചയായിട്ട് 2 ഒളിമ്പിക്സുകളിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യ വനിതാ താരമാണ് PV സിന്ധു. 49. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. 1936 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. 2020
JC ഡാനിയൽ പുരസ്കാരം നേടിയ കലാകാരൻ 2020 P ജയചന്ദ്രനാണ്. 2023 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ആരാണ്? ഷാജി N കരുണാണ്. ഷാജി N കരുൺ. 2023 JC ഡാനിയൽ പുരസ്കാര ജേതാവ്. ഇനി 10 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരം മാത്രമാണ് പറയുന്നത്. ചെയ്ത് നോക്കിയിട്ട് ഉത്തരങ്ങൾ ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 51ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 91. 52ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 124. 53 ഓപ്ഷൻ എ ആണ്. 54ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. 55ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. 56ാമത്തെ ചോദ്യം 56 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 57ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. 58ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 59 ഓപ്ഷൻ എ ആണ്. 60ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. അടുത്ത് വരുന്നത് 10 ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. സെലക്ട് ദ ആന്റോണിയം ഓഫ് ദ വേർഡ് പ്ലെയിൻറ്റീവ്. പ്ലെയിൻറ്റീവ് എന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. പ്ലെയിൻറ്റീവ് എന്നാൽ സൗണ്ടിങ് സാഡ് ആൻഡ് മോൺഫുൾ എന്നാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഉത്തരം വരുന്നത് ഡിലൈറ്റഡ് എന്നാണ്. ഡിലൈറ്റഡ്. Pick the synonym of diligence from the options given below. Diligence meaning ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, അസിഡ്യൂറ്റി എന്നാണ്. കെയർഫുൾ ആൻഡ് പെർസിസ്റ്റന്റ് വർക്ക് ഓർ എഫേർട്ട് എന്നതാണ് ഡിലിജൻസ് എന്നതിൻ്റെ മീനിങ്. ഉത്തരം ഓപ്ഷൻ സി, അസിഡ്യൂറ്റി. അടുത്ത ചോദ്യം, identify the part or speech of the underlined portion of the sentence given below. I will die before I yield. Before I yield എന്നതാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, adverb clause. Spot the error in the following sentence. തന്നിരിക്കുന്നു, 100 rupees are not a big sum of money for the students. ഇവിടെ തെറ്റായിട്ടുള്ള ഭാഗം ഓപ്ഷൻ ബി ആണ്, 2. ആർ നോട്ട്. ആർ എന്ന് പറയുന്നതായിരിക്കണം തെറ്റായിട്ടുള്ളത്. അടുത്തത്, പിക്ക് ദ ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ സെൻറ്റൻസ് ഗീവൺ ബിലോ ഫ്രം ദ ഓപ്ഷൻസ്. റാം സെഡ് ടു ഹിസ് ബ്രദർ, വെർ ആർ യു ഗോയിങ്? ഓപ്ഷൻ എ, റാം ആസ്ക്ഡ് ഹിസ് ബ്രദർ വെർ ഹി വാസ് ഗോയിങ്. Pick the passive form of the sentence given below from the options. They were beating the boy. Option A, the boy was being beaten by them. Pick the plural form of the word index. Option B ആണ്, indexes. INDEXES. Let's meet dash the theatre. At the theatre. Let's meet at the theatre. Dash means to examine one's own thoughts and feelings. To examine one's own thoughts and feelings. അറുപത്തി ഒമ്പതാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ദി ആക്ട് ഓഫ് എക്സാമിനിങ് വൺസ് ഓൺ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആണ് ഇൻട്രോസ്പെക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത്, ഹിസ് ഫേസ് വാസ് ഡാഷ് ആഫ്റ്റർ ദ സ്ട്രീറ്റ് ഫൈറ്റ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ബ്ലാക്ക് ആൻഡ് ബ്ലൂ. ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിന്റെ ശരിയായ രൂപം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ്,
2. ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി സ്വച്ഛന്തം. രക്തത്തിന്റെ പര്യായമല്ലാത്ത വാക്കുകളാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2, 3. പിണം, ബധിരം എന്നിവ. രുധിരം, നിണം എന്നിവ രക്തത്തിന്റെ പര്യായങ്ങളാണ്. ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ സി ആണ് 3. കാര്യം നോക്കി പെരുമാറുക. തുലാം പ്ലസ് ഇന്റെ ചേർത്തെഴുതിയാൽ 2. തുലാത്തിന്റെ. അപരാധി എന്ന വാക്കിന്റെ സ്ത്രീലിംഗം അപരാധക. പൂജക ബഹുവചന രൂപം കണ്ടുപിടിക്കുക. വൈദ്യർ. മരക്കൊമ്പ് പിരിച്ചെഴുതിയാൽ മര പ്ലസ് കൊമ്പ്. അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നത്? ഓപ്ഷൻ സി 55D. അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വയ്ക്കുവാനും ഉപയോഗിക്കുവാനും അനുവാദമുള്ളത്? 23. താഴെ പറയുന്ന ദിവസങ്ങളിൽ ഏതു ദിവസമാണ് അബ്കാരി ആക്ട് പ്രകാരം ഡ്രൈ ഡേ ആയി വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്? ദുഃഖവെള്ളി. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പിൽ ഏത് ഉദ്യോഗസ്ഥനും അതിനും മുകളിൽ ഉള്ളവർക്കുമാണ് കള്ളുഷാപ്പുകളിൽ പരിശോധന നടത്തുവാൻ അധികാരമുള്ളത്? ഓപ്ഷൻ ബി ആണ്. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ മുതൽ മുകളിൽ. NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? ഓപ്ഷൻ ഡി ആണ് 31A. 15 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിക്കെതിരെ NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം ബി 20B2. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെയോ ഡിസ്റ്റിലൈസേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സ്പിരിറ്റ് അറിയപ്പെടുന്നത് ന്യൂട്രൽ സ്പിരിറ്റ്. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതെ ആക്കി മാറ്റുവാൻ താഴെ പറയുന്നതിൽ ഏത് വസ്തുവാണ് ഉപയോഗിക്കുന്നത്? ക്രൂഡ് പിരിഡിൻ. ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൊളാസിസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം നീല. താഴെ പറയുന്നവയിൽ കേരളത്തിലെ മദ്യവിൽപ്പന അനുവദിച്ചുകൊണ്ടുള്ള വിവിധ ലൈസൻസുകൾ സംബന്ധിച്ച് ശരി ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. FL4A ക്ലബ് ലൈസൻസ്, FL6 സ്പെഷ്യൽ ലൈസൻസ്, FL9 വിദേശ മദ്യ മൊത്ത വിൽപ്പന ലൈസൻസ്, FL11 ബിയർ അല്ലെങ്കിൽ വൈൻ പാർലർ ലൈസൻസ്. കേരളത്തിൽ വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാല സ്ഥാപിക്കുന്നതിന് സ്കൂൾ കോളേജുകളിൽ നിന്നും വേണ്ട കുറഞ്ഞ ദൂരപരിധി 200 മീറ്റർ. താഴെ പറയുന്നവയിൽ നിയമം മൂലം കേരളത്തിൽ മദ്യവിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം? ഓഗസ്റ്റ് 15. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നത് കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരം? 4. സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ കോട്ട്പ ആക്ട് പ്രകാരം ചുമത്താവുന്ന കൂടിയ പിഴ 200 രൂപ. ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്ന പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് ഉണ്ടാകണം? 85%. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് നിർദ്ദേശിക്കുന്നത്? ആർട്ടിക്കിൾ 47. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ? മുഖ്യമന്ത്രി. കേരളത്തിൽ മദ്യ ഉപഭോഗം അനുവദിച്ചിരിക്കുന്നത് എത്ര വയസ്സ് മുതലാണ്? 23.
IT ആക്ട് 2000 പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? ജീവപര്യന്തം തടവ്. അവസാനത്തെ ചോദ്യം, IT ആക്ട് 2000 സെക്ഷൻ 77B പ്രകാരം തടവ് ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞത് ഒന്നുമല്ല. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്തു പോയിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്